SSC മുഖാന്തരം അതായത് സ്റ്റാഫ് സെലക്ഷൻ മുഖാന്തരമാണ് രണ്ട് പരീക്ഷയുടെ എക്സാം ഷെഡ്യൂൾ ഇപ്പോൾ SSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പരീക്ഷ ഉടനടി നടക്കാൻ പോവുകയാണ്. ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ ഉടനെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ SSC മുഖാന്തരം സ്റ്റാഫ് സെലക്ഷൻ മുഖാന്തരം പുതിയൊരു അപ്ഡേറ്റും കൂടി നിലവിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ന്യൂ അപ്ഡേറ്റ് ഇവിടെ വന്നിട്ട് ജൂൺ 7-നാണ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് നോട്ടീസാണ്. ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റും കൂടി ഇപ്പോൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ട് പറയുന്നതെന്നുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ SSCൻ്റെ പുതിയൊരു അപ്ഡേറ്റും കൂടി നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ പറഞ്ഞു വന്നതുപോലെ തന്നെ പുതിയൊരു നോട്ടീസ് കൂടി നമ്മുടെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനെ ഉൾപ്പെടുത്തി പുതിയൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് 8/4/2024 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പറയുന്നത് മിനിമം 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള പോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് 12 2024 റിക്രൂട്ട്മെൻറ്റിൻ്റെ എക്സാം പേപ്പർ 1 എക്സാം ജൂൺ മാസം 20 മുതൽ 26 വരെ 2024 ജൂൺ 20 to 26 വരെ നടത്തുമെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വന്നത് കൃത്യസമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നോക്കിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചില ഉദ്യോഗാർത്ഥികൾ നോക്കുമ്പോൾ കൃത്യമായി ലഭിച്ചില്ല എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആ ഒരു സംഭവം നോക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുമ്പോൾ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ നമ്പർ പുതിയ സൈറ്റിൻ്റെ ആണെന്ന് ഉറപ്പുവരുത്തുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡേറ്റ്, മന്ത്, ഇയർ കൃത്യമായിട്ട് ഇപ്പോൾ 1-ാം തീയതിയാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളതെങ്കിൽ 01 ഇട്ട് കൊടുക്കുക. അല്ലാതെ 1 മാത്രം ഇട്ട് കൊടുത്താൽ ലഭിക്കത്തില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്ലാഷ് ബാർ ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് അവിടെ ഒരു ഡെമോ കാണിക്കുന്നുണ്ട്. ആ ഒരു ടൈപ്പിൽ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കില്ല. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ്റെ പരീക്ഷ നടക്കുന്നത് ഈ മാസം 20 മുതലാണ്. അതുപോലെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ഇതൊക്കെ വളരെ പെട്ടെന്നാക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. കൃത്യസമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടയർ 1 എക്സാം നടക്കുന്നത് 1, 2, 3, 4 പിന്നെ 8, 9, 10 അതുപോലെ തന്നെ 11 ജൂലൈ ഈ തീയതികളിലാണ്. ജൂലൈ മാസം 1 മുതൽ 5 വരെയും പിന്നെ 8 മുതൽ 11 വരെയുമായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നതെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഹോളിഡേയ്സ് വരുന്നുണ്ട്. അത് ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഫസ്റ്റ് വീക്ക് മുതൽ സെക്കൻഡ് വീക്ക് ഏകദേശം സ്റ്റാർട്ടിങ് ആ ഒരു ടൈം വരെ ഇതിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1 മുതൽ 5 വരെയും പിന്നെ 8 മുതൽ 11 വരെയുമാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇത് ഷെഡ്യൂൾ ഓഫ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ്, അതായത് നമ്മുടെ SSCൻ്റെ CPO ആണ്. ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ 2024 പേപ്പർ 1 അത് നടക്കുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദി സെയിം 27 മുതൽ 29 ജൂൺ 2024 വരെ ഈ ഒരു ഡേറ്റിലാണ് നടക്കുന്നത്. 27, 28, 29 ജൂൺ 2024 ഇതിൻ്റെ പരീക്ഷ നടക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്തതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് അപ്ഡേറ്റുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.